ഗായ്സ്, അനീസ് വീഡിയോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ചൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ നമ്മൾക്ക് തന്നെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, കോമ്പ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഹെയറിന് ഞാൻ ഫ്രണ്ടിലൊക്കെ കേളിങ് എങ്ങനെ വരുത്താം, ഒരു അയൺ മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കേൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിത് നിങ്ങളിലേക്ക് അറിയിക്കാൻ കസ്റ്റമേഴ്സിന് അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നിലുള്ള ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ മുടി നന്നായി കോംബ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കുക. മുടിനെ ടാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. മുടി നല്ലോണം കോംബ് ചെയ്ത് ഒത്തിരി നമ്മുടെ മുടി റഫായി കിടക്കുന്നുണ്ടെങ്കിൽ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇത്തിരി സ്മൂത്ത് ആവും. അപ്പോൾ അതാണ് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ റഫായിട്ടൊന്നും ആരും മുടി ഡീൽ ചെയ്ത് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുടി നിറച്ച് ടാങ്കിളാണ്. ടൂ വീലറിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ടേ നിറച്ച് ജട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് മുടി ഇപ്പോൾ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ കണ്ടോ മുടി നല്ല സ്മൂത്ത് ആവണം കേട്ടോ. കോമ്പിങ് എത്രത്തോളം കോംബ് ചെയ്യുന്നു അത്രത്തോളം മുടി നല്ല സ്മൂത്ത് ആകും കേട്ടോ. ഓക്കെ, നമ്മൾ മുടിയുടെ കോമ്പിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മുടിയിൽ നിങ്ങൾക്ക് അയൺ ചെയ്യേണ്ട ഭാഗം, അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ പോർഷൻ എടുക്കണമെങ്കിൽ സെൻട്രൽ പോർഷൻ എടുക്കാം. എന്നിട്ട് അയൺ ചെയ്യേണ്ട ലെയർ മുടി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ കേൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നന്നായി കോംബ് ചെയ്ത് നല്ലോണം കോംബ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണ് നമ്മൾ കേൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ട്രെയിറ്റ്നർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്ട്രെയിറ്റ്നർ വരുന്നത് ഐക്കോണിക്കിൻ്റെ ആണ്. പ്രൊഫഷണൽ ഫ്ലോ സ്ട്രൈറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇതിപ്പോൾ ഞാൻ വലത് കൈയിലാണ് ഞാൻ പിടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ അയൺ ചെയ്യാൻ, ഫസ്റ്റ് നമ്മൾ അയൺ ചെയ്യാൻ കേട്ടോ. ആ ഒരു സെക്ഷൻ മാത്രം, ചെറിയൊരു സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ അയൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അയൺ ചെയ്തു, അത് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കേൾ ചെയ്തെടുക്കാം. ഇത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുക. അതിന് നമ്മൾ ബെൻഡാവേണ്ടത് എവിടെയാണോ കേളാവേണ്ടത് അവിടെ പിടിച്ച് വളയ്ക്കുക, ആട്ടിങ്ങനെ തിരിക്കുക, ഇത്തിരി നേരം വയ്ക്കാം. അതിന് ശേഷം ഒന്ന് വലിക്കുക. കേട്ടോ, കേളാവേണ്ട മുടി നമുക്ക് അവിടെ കേളായി കിട്ടും. ഞാനിപ്പോൾ കുറച്ച് താഴെയാണ് ചെയ്തത്. അപ്പോൾ അവിടേക്ക് കേൾ വരുത്തി കണ്ടോ. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ എടുക്കാം. ഒരു സെക്ഷൻ കോംബ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അയൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം അയൺ ചെയ്ത് താഴെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താഴെ അതിനെ വളച്ചു, എന്നിട്ടൊന്ന് തിരിച്ചു, ഒരു 2 സെക്കൻഡ് അവിടെ വെച്ചു മുടി അയണർ. എന്നിട്ട് അതിനൊന്ന് വലിക്കാം, നന്നായി വലിക്കാം കേട്ടോ. നമുക്കവിടെ കേളായി വരുന്നതാണ്. കുറച്ച് ഒരു സ്റ്റീമിലിട്ടാൽ മതി, സെറ്റായി പോകും. അവിടെ ചൂട് ഇത് അയൺ ഓഫായിരുന്നു. എല്ലാവരും നിമിഷം ഓണാണോ നോക്കണ്ട. ഇങ്ങനെ വിളയ്ക്കുക, അനത്തിരിക്കുക, വലിക്കുക. കേട്ടോ, കേളായിട്ടാണോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നമ്മൾ അയൺ മെഷീൻ വെച്ച് തന്നെ നമുക്ക് തന്നെ നമ്മുടെ മുടി കേളാക്കാം കേട്ടോ. സെലിബ്രിറ്റീസുകൾ കേൾ ചെയ്ത് ഫ്രണ്ട് പോർഷൻ കേൾ ചെയ്തിട്ട് വരുന്ന സ്റ്റൈലാണ് ഇങ്ങനെ കണ്ടോ. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്നൊരു സ്റ്റൈലിംഗ് ആണ്. നമുക്ക് വീട്ടിൽ അയൺ മെഷീൻ, അതായത് സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് തനിയെ ചെയ്യാം. ഈ ഒരു സ്റ്റൈലിങ് നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിൽ വേറെ നമ്മൾ സ്റ്റൈലിംഗ് നോക്കണ്ട, നമുക്കിത് തനിയെ ചെയ്തു പോകാൻ പറ്റാവുന്നതാണ്. അതിന് വേണ്ടത് വേറെ ഒന്നുമില്ല, ഒരു സ്ട്രെയിറ്റ്നറാണ് നമുക്ക് വേണ്ടത്. സ്ട്രെയിറ്റ്നർ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടായിരിക്കും. ആ സ്ട്രെയിറ്റ്നർ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ കേളിയാക്കി ഇടാവുന്നതാണ്. സെക്ഷൻ എടുക്കുക, ഇതുപോലെ കേൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്തിട്ട് ഫംഗ്ഷനുകളൊക്കെ പോകാം. ഇപ്പോൾ തന്നെ നമ്മുടെ ലുക്ക് ഭയങ്കര ചേഞ്ച് ആയില്ലേ. ഞാൻ ഇതിന് മുന്നേ വന്ന ലുക്കും ഇപ്പോൾ കണ്ടാൽ സ്റ്റൈലിങ് ചേഞ്ച് ആയിപ്പോൾ വരുന്ന ലുക്കും ഭയങ്കര ചേഞ്ച് ആയി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ
മറക്കണ്ട. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.